നമസ്കാരം, ഞാൻ ശിവരാമനുകൾ. ഫോക്കസിലേക്ക് വിശദമായി. ഓസ്ട്രേലിയയിൽ ആന്റണി ആൽബനീസ് സർക്കാർ തുടരും. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആന്റണി ആൽബനീസ് നേതൃത്വം നൽകുന്ന ലേബർ പാർട്ടി മേൽക്കൈ നേടി. ഇതോടെ ഓസ്ട്രേലിയയിൽ 21 വർഷത്തിനിടെ തുടർച്ചയായ രണ്ടാം തവണയും പ്രധാനമന്ത്രിയാകുന്നു എന്ന നേട്ടം ആന്റണി ആൽബനീസ് സ്വന്തമാക്കി. 3 വർഷത്തേക്ക് കൂടിയാണ് ആന്റണി ആൽബനീസ് തുടരുക. ലേബർ പാർട്ടി നേതാവും നിലവിലെ പ്രധാനമന്ത്രിയുമായ ആന്റണി ആൽബനീസ് പ്രതിപക്ഷ സഖ്യത്തിന്റെ പീറ്റർ ഡറ്റനെയാണ് നേരിട്ടത്. പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡറ്റൻ പ്രതികരിച്ചു. സൗദി ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റിക്ക് കീഴിൽ ജിദ്ദയിൽ പാസ്പോർട്ട് ടു ദ വേൾഡ് പരിപാടിക്ക് വർണ്ണാഭ തുടക്കം. ഫിലിപ്പൈൻസിന്റെ കലാ സാംസ്കാരിക പരിപാടികൾ ഇന്ന് അവസാനിക്കും. മെയ് 14 മുതൽ 17 വരെയാണ് ഇന്ത്യൻ പരിപാടി. ഫിലിപ്പൈൻസിന്റെ പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിച്ച് കലാകാരന്മാർ നടത്തിയ ഘോഷയാത്ര പാസ്പോർട്ട് ദ വേൾഡ് എന്ന പരിപാടിയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായിരുന്നു. 4 ആഴ്ച നീണ്ടു നിൽക്കുന്ന പാസ്പോർട്ട് ദ വേൾഡ് പരിപാടി ഫിലിപ്പൈൻസിൽ നിന്നുള്ള കലാസാംസ്കാരിക പരിപാടികളോടെയാണ് തുടങ്ങിയത്. 4 ദിവസം നീണ്ടുനിന്ന ഈ ആഴ്ചയിലെ പരിപാടികൾ ഇന്ന് അവസാനിക്കും. പതിനായിരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പരിപാടി കാണാൻ ജിദ്ദയിലെ ഓൾഡ് എയർപോർട്ടിലുള്ള വിശാലമായ ഗ്രൗണ്ടിലെത്തിയത്. ഫിലിപ്പൈൻസിൽ നിന്നുള്ള പ്രമുഖ ഗായകരുടെ ഗാനങ്ങൾ സദസ്സ് ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ഫുഡ് സ്റ്റോളുകളും കിഡ്സ് കോർണറും കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും വിൽപ്പനയുമെല്ലാം മേളയിലുണ്ട്. മെയ് 7 ബംഗ്ലാദേശിന്റെ പരിപാടികൾ ആരംഭിക്കും. മെയ് 14 മുതൽ 17 വരെയാണ് ഇന്ത്യയുടെ പരിപാടി. മെയ് 21 മുതൽ 24 വരെ നടക്കുന്ന സുഡാന്റെ പരിപാടികളോടെ പാസ്പോർട്ട് ദ വേൾഡിന് കൊടിയിറങ്ങും. വൈകുന്നേരം 4 മണി മുതലാണ് പ്രവേശനം സൗജന്യമാണ്. വിബുക്ക് ആപ്പ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. മെയ് 14 മുതൽ 17 വരെ ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലാണ് ഇന്ത്യൻ പരിപാടി. നീരജ് മാധവും ബോളിവുഡ് ഗായകനും ഉൾപ്പെടെയുള്ള കലാകാരന്മാർ പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് ആയിരക്കണക്കിന് ഇന്ത്യക്കാരെയാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. മക്ക KMCC പുറത്തിറക്കിയ ഹജ്ജ് ബിൽഡിംഗ് ലൊക്കേഷൻ മൊബൈൽ ആപ്ലിക്കേഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രകാശനം ചെയ്തു. മക്കയിൽ ഇന്ത്യൻ ഹാജിമാർ താമസിക്കുന്ന കെട്ടിടങ്ങളുടെയും ടെന്റുകളുടെയും വിവരങ്ങൾ ആപ്പിൽ ലഭ്യമാണ്. മക്കയിൽ ഇന്ത്യൻ ഹാജിമാർ താമസിക്കുന്ന കെട്ടിടങ്ങൾ, മീനായിലും അറഫയിലുമുള്ള ടെന്റുകൾ തുടങ്ങി പ്രധാനപ്പെട്ട വിവരങ്ങൾ അടങ്ങിയതാണ് മക്ക KMCC പുറത്തിറക്കിയ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ. കെട്ടിടങ്ങളുടെയും ടെന്റുകളുടെയും എല്ലാം ലൊക്കേഷൻ മാപ്പ് മക്ക KMCC ഹജ്ജ് ഗൈഡ് എന്ന ആപ്പിൽ ലഭ്യമാണ്. ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ ബ്രാഞ്ച് ഓഫീസുകളും മെഡിക്കൽ സെന്ററുകളും ബസ് സ്റ്റേഷനുകളുമെല്ലാം ആപ്പിലൂടെ കണ്ടെത്താനാകും. ഫ്ലൈറ്റ് സ്റ്റാറ്റസ് എന്ന ഓപ്ഷനിലൂടെ തീർത്ഥാടകരുടെ വിമാന സമയവും യാത്രയുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളും ലഭിക്കും. മൊബൈൽ ആപ്പിന്റെ പ്രകാശനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. തീർത്ഥാടകർക്ക് ഏറെ പ്രയോജനപ്പെടും ഈ സേവനമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഇന്ത്യൻ ഹാജിമാർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സേവനങ്ങളും, അവരുടെ താമസ സ്ഥലം, അതുപോലെ തന്നെ മക്കയിൽ അവർക്ക് എന്തെല്ലാം സർവീസാണോ വേണ്ടത് ആ സർവീസിനൊക്കെ ഉതകുന്ന തരത്തിലുള്ള ഒരു ആപ്പ് അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. മക്ക KMCC ഹജ്ജ് ഗൈഡ് എന്ന പേരിലാണ് ആ ആപ്പ് ഉള്ളത്. അത് എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ട് അത് കയ്യിൽ വെക്കണം. തീർത്ഥാടകർക്ക് ആവശ്യമായ പരമാവധി സേവനങ്ങൾ ആപ്പിലൂടെ ലഭിക്കുമെന്ന് ചടങ്ങിൽ പങ്കെടുത്ത സൗദി KMCC പ്രസിഡന്റ് കുഞ്ഞുമോൻ കാക്കിയ പറഞ്ഞു. അതുപോലെ തന്നെ മക്കയിൽ അവർക്ക് ആവശ്യമായ ഹോസ്പിറ്റലുകൾ, അതുപോലെ തന്നെ അവരുടെ ലഗേജുകൾ മിസ്സായാൽ ബന്ധപ്പെടേണ്ട ആളുകൾ, അതുപോലെ തന്നെ ഹെൽപ്പ് ഡെസ്ക് ഒക്കെ അടങ്ങിയ മുഴുവൻ സേവനങ്ങളും അടങ്ങിയ ഒരു ആപ്പാണ്. TV ഇബ്രാഹിം MLA, ഹാരിസ് പെരുവള്ളൂർ, അനീസ് CK, ഷെരീഫ് മുഹമ്മദ് അലി എന്നിവർ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു. മക്ക KMCCക്ക് വേണ്ടി പ്രവർത്തകരായ കുഞ്ഞി മടവൂർ, ആഷിഖ് കൊളത്തൂർ എന്നിവരാണ് ആപ്പ് വികസിപ്പിച്ചെടുത്തത്. ഹജ്ജുമായി ബന്ധപ്പെട്ട് സേവനം ചെയ്യുന്ന KMCCയുടെ പ്രധാന പ്രവർത്തകരുടെ മൊബൈൽ നമ്പറുകളും വാട്സാപ്പ് നമ്പറുകളും ആപ്പിലുണ്ട്. വഴിതെറ്റുന്ന തീർത്ഥാടകർക്കും തീർത്ഥാടകരെ തേടിയെത്തുന്ന ബന്ധുക്കൾക്കുമെല്ലാം ഏറെ സഹായകരമായ ഈ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാകും. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ.
നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണം എന്ന പ്രമേയത്തിൽ ഖത്തർ പ്രവാസി വെൽഫെയർ ആൻഡ് കൾച്ചറൽ ഫോറം സംഘടിപ്പിക്കുന്ന സാഹോദര്യകാലത്തിന് തുടക്കമായി. പ്രവാസി വെൽഫെയർ സ്ഥാപക ദിനമായ മെയ് 2 നടന്ന പരിപാടിയിൽ സാഹോദര്യകാലത്തിന്റെ പ്രഖ്യാപനം വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചു. നമ്മുടെ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന സാഹോദര്യത്തിന്റെ നന്മകൾ പ്രവാസി സമൂഹത്തിൽ പ്രസരിപ്പിക്കാൻ കഴിയണമെന്ന് റസാഖ് പാലേരി പറഞ്ഞു. വംശീയതയുടെയും വിദ്വേഷത്തിന്റെയും തിന്മകളെ പ്രതിരോധിക്കുകയും പ്രവാസ ലോകത്ത് സാമൂഹ്യ സൗഹാർദ്ദത്തിന്റെ മാതൃകൾ ഉയർത്തിക്കാണിക്കുകയുമാണ് സാഹോദര്യകാല പ്രവർത്തനങ്ങളിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. കുവൈറ്റിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളി മരിച്ചു. പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശി രാഹുലാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. OICC പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. അബ്ബാസിയിലെ കാലിക്കറ്റ് ഷെഫ് റെസ്റ്റോറന്റിൽ ജോലി ചെയ്തു വരികയായിരുന്നു. നാളെ നാട്ടിലേക്ക് യാത്ര തിരിക്കാനിരിക്കെയാണ് മരണം. രാഹുലിന്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കുന്നതോടൊപ്പം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ഉടൻ നാട്ടിലെത്തിക്കുമെന്ന് OICC പാലക്കാട് ജില്ലാ കമ്മിറ്റി അറിയിച്ചു. സൗദി അറേബ്യയിൽ ഇനി മാമ്പഴക്കാലം. 12 രാജ്യങ്ങളിൽ നിന്നുള്ള 119ഓളം വ്യത്യസ്തനം മാമ്പഴങ്ങൾ നിരത്തിയാണ് സൗദിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ലുലു മാംഗോ മാനിയ ഒരുക്കിയിരിക്കുന്നത്. നാട്ടിലെ മാമ്പഴക്കാലം ഓർമ്മയിൽ മാത്രമായി ഒതുങ്ങുന്ന പ്രവാസികൾക്കിനി അനുഭൂതിയുടെ കാലം കൂടിയാണ്. നാട്ടിലെ മാമ്പഴക്കാലവും മാമ്പഴവുമെല്ലാം നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടോ? എങ്കിലിങ്ങ് സൗദി അറേബ്യയിലെ ലുലു ഔട്ട്ലെറ്റിലേക്ക് വന്നോളൂ. ഇവിടെ ഇപ്പോൾ മാമ്പഴക്കാലമാണ്. 12 രാജ്യങ്ങളിൽ നിന്നായുള്ള 119ഓളം വ്യത്യസ്ത ഇനം മാമ്പഴങ്ങൾ നിരത്തിയാണ് സൗദിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ മാംഗോ മാനിയ എന്ന പേരിൽ മാമ്പഴക്കാലം തീർത്തിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുമുള്ള 60ഉം സൗദി അറേബ്യയിൽ നിന്നുള്ള 24 വ്യത്യസ്ത ഇനം മാമ്പഴ ഇനങ്ങൾ നിരന്നു കിടക്കുന്നു മാംഗോ മാനിയയിൽ. ഇതിനു പുറമെ വിയറ്റ്നാം, മലേഷ്യ, തായ്ലാന്റ്, ഇന്തോനേഷ്യ, യമൻ, ഉഗാണ്ട, കെനിയ, കൊളംബിയ, പെറു തുടങ്ങിയ രാജ്യങ്ങളിലെ കൊതിയൂറും മാമ്പഴ ഇനങ്ങളുമുണ്ട് ഈ മാവിൻചോട്ടിൽ. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മാമ്പഴോത്സവം ജിദ്ദ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരിയാണ് ഉദ്ഘാടനം ചെയ്തത്. മാമ്പഴമേള എന്നതിലുപരി ഒരു അതുല്യ സംസ്കാരത്തിന്റെ പ്രദർശനമാണ് ലുലു മാംഗോ മാനിയ എന്ന് കോൺസുൽ ജനറൽ പറഞ്ഞു. പ്രശസ്ത ഇനങ്ങളായ അൽഫോൺസ, ബദാമി, കേസർ, മല്ലിക, രാജാപുരി എന്നിവയെല്ലാം മേളയുടെ ഭാഗമായിട്ടുണ്ട്. വീട്ടിൽ നിന്ന് അവരൊക്കെ വിളിക്കുമ്പോൾ നിറയെ മാമ്പഴമുണ്ട്, മാങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്കത് ഭയങ്കര മിസ്സാണ്. മാങ്ങ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടിയായിരുന്നു. ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടിൽ വെറൈറ്റി ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. പല രാജ്യങ്ങളിൽ നിന്നുള്ള നമ്മളെ നാട്ടിൽ തന്നെയല്ലേ നമ്മൾ കാണാത്ത ഇഷ്ടംപോലെ മാങ്ങകൾ ഇവിടെ നമ്മൾ കണ്ടു. மாம்பழத்தை பார்க்குறப்ப ரொம்ப ஹாப்பியாக இருக்குது. லைக் நம்ம இந்தியாவிலே இருக்கிற மாதிரி இருக்குது. எதை செலக்ட் பண்ணுறது எதை விடுறதுன்னு தெரியல. ലൈക്ക് ഫീൽ ലൈക്ക് വി ആർ ഇൻ ഹോം ടൗൺ. നാട്ടിലും കൂടുതലായിട്ട് മാമ്പഴം ഇവിടെ കിട്ടുന്നുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഇഷ്ടംപോലെ സ്ഥലത്തുനിന്നുള്ള മാമ്പഴങ്ങൾ വരുന്നുണ്ട്. നാട്ടിലൊക്കെ വിളിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് മാമ്പഴക്കാലമാണ്, ഇപ്പോൾ സീസണാണെന്നൊക്കെ. ഞാൻ ഒരു പ്രാവശ്യം വന്നത് പർച്ചേസ് ചെയ്ത് രണ്ടാമത് വന്നേക്കണേ. ഇത് നാട്ടിൽ നിന്ന് അതേ ഫീലിംഗ്. ഇപ്പോൾ ഫുള്ള് ഇങ്ങോട്ട് നോക്കിയാൽ കാണാം, ഫുള്ള് മാമ്പഴങ്ങളാണ്. കൂടാതെ മാമ്പഴ ജാമ്, അച്ചാറുകൾ, പൾപ്പ് എന്നീ മാമ്പഴ ഉൽപ്പന്നങ്ങളും മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. മാമ്പഴോത്സവത്തിന്റെ ഭാഗമായി മാമ്പഴങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. സൗദിയുടെ മണ്ണിൽ വീണ്ടും ഉപഭോക്താക്കൾക്കായി മാംഗോ മാനി എത്തിക്കാൻ സാധിച്ചതിലേറെ സന്തോഷമുണ്ടെന്ന് സൗദി ലുലു ഡയറക്ടർ ഷെഹി മുഹമ്മദ് പറഞ്ഞു. ആരോഗ്യവും രുചിയും സന്തോഷവും ഒരുമിപ്പിക്കുന്നതാണ് ലുലു മാംഗോ മാനിയ. സൗദിയിൽ തന്നെ ഉണ്ടാകുന്ന മാമ്പഴ വൈവിധ്യങ്ങൾ ലോകത്തിന് മുന്നിലെത്തിക്കാൻ സാധിച്ചത് പ്രാദേശിക കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ലുലുവിന്റെ പ്രതിബദ്ധതയെ കൂടിയാണ് ചൂണ്ടിക്കാട്ടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മെയ് 10 അവസാനിക്കും മാംഗോ മാനിയ. സുബൈറുദ്ദീൻ, 24 തമാം. ഖത്തറിലെ ഇന്ത്യൻ നഴ്സസിന്റെ കൂട്ടായ്മ യുണീക്കിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നഴ്സസ് ഡേ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നു. മെയ് 9 DPS മൊണാർക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടികൾ. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഇന്ത്യൻ അംബാസഡർ വിപുൽ ഉദ്ഘാടനം നിർവഹിക്കും. പരിപാടിയിൽ IBPC പ്രസിഡന്റ് താഹ മുഹമ്മദ്, ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ ചീഫ് നഴ്സിംഗ് ഓഫീസർ മറിയം നൂഹ് അൽ മുത്തവ, വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള നഴ്സിംഗ് സൂപ്പർവൈസർമാർ, പ്രമുഖ ഇന്ത്യൻ സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. യുണീക്ക് മീഡിയ ടീം വികസിപ്പിച്ച യുണീക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇന്ത്യൻ അംബാസഡർ ചടങ്ങിൽ പുറത്തിറക്കും. ഖത്തറിലെ ഇന്ത്യൻ നഴ്സുമാർക്ക് വിവിധ തലങ്ങളിൽ സഹായകരമാകുന്ന തരത്തിലാണ് മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിച്ചത്. ഇന്ത്യൻ നഴ്സസും കുടുംബാംഗങ്ങളും അവതരിപ്പിക്കുന്ന കലാപരിപാടികളും അരങ്ങേറും. ഖത്തറിലെ ഇന്ത്യൻ നഴ്സസ് മ്യൂസിക് ബാൻഡായ യുണീക്ക് ബീറ്റ്സിന്റെ സംഗീത നിശ്ചയം പരിപാടിയോട് അനുബന്ധിച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റവർക്കരികിലേക്കെത്തി പ്രിയങ്ക ഗാന്ധി MP. കോഴിക്കോട് ഈങ്ങപ്പുഴയിലാണ് കുടുംബം സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടത്. വയനാട്ടിലേക്ക് പോകും വഴി അപകടം ശ്രദ്ധയിൽപ്പെട്ടതോടെ പ്രിയങ്ക ഗാന്ധി വാഹനം നിർത്തിയിറങ്ങി. പ്രിയങ്കയ്ക്ക് അകമ്പടി പോയ മെഡിക്കൽ സംഘം അപകടത്തിൽപ്പെട്ടവർക്ക് പ്രാഥമിക ചികിത്സ നൽകി. വിവരങ്ങളുമായി സമീർ ബിൻ കരീമുണ്ട്. ഇപ്പോൾ സമീർ,
എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, പ്രിയങ്ക ഗാന്ധി കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ഈ വയനാട്ടിലേക്ക് പോകും വഴിയാണ് ഈ കോഴിക്കോട് ജില്ലയിലെ ഇങ്ങാപ്പുഴയിൽ വാഹനാപകടം ശ്രദ്ധയിൽപ്പെടുന്നത്. കുടുംബം സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടതായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ പ്രിയങ്ക ഗാന്ധി MP ഉടൻ തന്നെ അവിടെ ഇറങ്ങുകയും ഇവരെ ആശ്വസിപ്പിക്കുകയുമാണ് ചെയ്തത്. പിന്നാലെ ഈ അകമ്പടി പോയ ഈ മെഡിക്കൽ സംഘത്തിൽപ്പെട്ട സംഘം പ്രാഥമിക ചികിത്സ ഈ അപകടത്തിൽപ്പെട്ടവർക്ക് നൽകുകയും ചെയ്തു. അതിന് പിന്നാലെ ഈ ആംബുലൻസ് അടക്കം സംവിധാനം ഒരുക്കാൻ നിർദ്ദേശം നൽകിയ ശേഷമാണ് പ്രിയങ്ക ഗാന്ധി ഇവിടെ നിന്നും മടങ്ങിയത്. ഉന്മേഷ്. ശരി, സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. ജിദ്ദയിൽ OECC മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ VV പ്രകാശ് അനുസ്മരണം നടത്തി. സത്യസന്ധതയുടെയും ആത്മാർത്ഥതയുടെയും കഠിനാധ്വാനത്തിന്റെയും പ്രതീകമായിരുന്നു VV പ്രകാശ് എന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത CM അഹമ്മദ് പറഞ്ഞു. അസീസ് ലാക്കൽ അധ്യക്ഷനായി. ലാലു വെങ്ങൂർ, UM ഹുസൈൻ മലപ്പുറം, EP മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. ഇൻകാസ് ഖത്തർ എറണാകുളം ജില്ലാ കമ്മിറ്റി ജൂൺ 19, 20, 21 തീയതികളായി സംഘടിപ്പിക്കുന്ന ബാഡ്മിന്റൺ ടൂർണമെന്റ് സ്മാഷ് ആൻഡ് റാലി 2025ന്റെ പോസ്റ്റർ അടൂർ പ്രകാശ് MP പ്രകാശനം ചെയ്തു. ചടങ്ങിൽ ഏഷ്യാനെറ്റ് വൈസ് പ്രസിഡന്റ് അനിൽ അടൂർ, ഇൻകാസ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഹൈദർ ചുങ്കത്തറ, വൈസ് പ്രസിഡന്റ് VS അബ്ദുൾ റഹ്മാൻ, ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാനും ജില്ലാ കമ്മിറ്റി മുഖ്യ രക്ഷാധികാരിയുമായ KV ബോബൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇൻകാസ് സീനിയർ നേതാക്കളും മറ്റ് സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളും വിവിധ ജില്ലാ പ്രസിഡന്റുമാരും ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. A, B, C, D, E ഓപ്പൺ കാറ്റഗറികളിലായി മാമുറയിലെ കേംബ്രിഡ്ജ് സ്കൂളിലാണ് മത്സരങ്ങൾ. ജിദ്ദയിൽ ഒഴുകൂർ പ്രവാസി കൂട്ടായ്മ സംഘടിപ്പിച്ച ഒഴുകൂർ ഫെസ്റ്റ് 2025 വൈവിധ്യമാർന്ന കലാകായിക പരിപാടികളോടെ നടന്നു. PC റഷീദിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി 24 സൗദി പ്രതിനിധി ജലീൽ കണ്ണമംഗലം ഉദ്ഘാടനം ചെയ്തു. അബൂബക്കർ അരിമ്പാറ, ഡോക്ടർ അനീസ് നൂറാൻ, ഹമീദ് കൈപ്പഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി വിവിധ കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ജിദ്ദയിലെ പ്രമുഖ ഗായകർ അണിനിരുന്ന സംഗീത പരിപാടിയും കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. റാപ്പർ വേഡിന് എതിരായ പുലിപ്പല്ലി കേസിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ന്യായീകരിച്ച് മേധാവിയുടെ റിപ്പോർട്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയത് ചട്ടപ്രകാരമുള്ള നടപടികൾ എന്നാണ് വനമന്ത്രിക്ക് നൽകിയ അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. എന്നാൽ മാധ്യമങ്ങളുമായി വിവരം പങ്കുവച്ചതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായെന്നും റിപ്പോർട്ടിലുണ്ട്. പുലിപ്പല്ലി കേസിൽ റാപ്പർ വേടന്റെ അറസ്റ്റും പിന്നാലെയുണ്ടായ വിവാദങ്ങൾക്കുമൊടുവിലാണ് മന്ത്രി AK ശശീന്ദ്രൻ വനം വകുപ്പ് മേധാവിക്ക് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയത് ചട്ടപ്രകാരമുള്ള നടപടികളെന്നാണ് വനം മന്ത്രിക്ക് നൽകിയ അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. പോലീസ് കൈമാറിയ കേസായതിനാലാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മാധ്യമങ്ങളുമായി വിവരം പങ്കുവച്ചത് മാത്രമാണ് ഉദ്യോഗസ്ഥ വീഴ്ചയായി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. പെരുമാറ്റച്ചട്ടങ്ങൾ ഉദ്യോഗസ്ഥർ ലംഘിച്ചെന്നും മാധ്യമങ്ങൾക്ക് തെറ്റായ വിവരം ഉൾപ്പെടെ നൽകിയത് വകുപ്പിന്റെ മോശം പ്രതിച്ഛായയ്ക്ക് കാരണമായെന്നും വനം മേധാവി രാജേഷ് രവീന്ദ്രന്റെ റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം വനം മന്ത്രിയായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. സർവീസ് ചട്ടലംഘനം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് സ്ഥലമാറ്റം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനാണ് സാധ്യത. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനം. 24 പത്തനംതിട്ട. ഭീകരർ എത്തിയെന്ന സംശയത്തെ തുടർന്ന് ചെന്നൈയിൽ നിന്ന് ശ്രീലങ്കയിലേക്കുള്ള വിമാനത്തിൽ തിരച്ചിൽ. ഇന്ത്യ നൽകിയ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. സംശയാസ്പദമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് ശ്രീലങ്കൻ എയർലൈൻസ് അറിയിച്ചു. ചെന്നൈയിൽ നിന്ന് ഉച്ചയ്ക്ക് 11:59 കൊളംബോയിലെത്തിയ UL 122 നമ്പർ വിമാനത്തിലാണ് ഭീകരർക്കായി തെരച്ചിൽ നടത്തിയത്. ഇന്റലിജൻസ് വിഭാഗത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ പരിശോധന 3 മണിക്കൂറിലധികം നീണ്ടു. പിന്നാലെ പരിശോധന സ്ഥിരീകരിച്ച ശ്രീലങ്കൻ എയർലൈൻസ് വാർത്താക്കുറിപ്പിറക്കി. ചെന്നൈ എയർപോർട്ട് അധികൃതരുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യ തേടുന്ന ഭീകരനായാണ് തെരച്ചിൽ നടത്തിയതെന്നാണ് വാർത്താക്കുറിപ്പിലുള്ളത്. ആരെങ്കിലും കസ്റ്റഡിയിലെടുത്തതായോ സംശയാസ്പദമായ എന്തെങ്കിലും കണ്ടെത്തിയതായോ വാർത്താക്കുറിപ്പിലില്ല. എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുള്ള 6 പേർക്ക് വേണ്ടിയായിരുന്നു തെരച്ചിലെന്ന് ശ്രീലങ്കൻ പോലീസ് വക്താവ് പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. ഇവർ ചെന്നൈയിലെത്തിയിരുന്നു എന്ന സൂചന ശക്തിപ്പെടുത്തുന്നതാണ് ഈ റിപ്പോർട്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ബന്ദാരനായികെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഏർപ്പെടുത്തിയ പരിശോധന ശക്തമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 24 ചെന്നൈ. രാജസ്ഥാനിൽ അതിർത്തി കടക്കാൻ ശ്രമിച്ച പാക് ജവാൻ BSFന്റെ പിടിയിലായി. രാവിലെ ഇന്ത്യൻ ഭാഗത്തേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു നടപടി എന്നാണ് സൂചന. സുരക്ഷാ സേന ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ കൂടുതൽ നടപടികളുമായി ഇന്ത്യ. പാകിസ്ഥാനുമായുള്ള പോസ്റ്റൽ സർവീസും വ്യാപാര ബന്ധവും നിർത്തിവെച്ചുള്ള നടപടികളിലേക്ക് ഇന്ത്യ കടന്നു. ഭീകരർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടു. ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി.
പാകിസ്ഥാനുമായി നേരിട്ടും അല്ലാതെയുമുള്ള കയറ്റുമതിയും ഇറക്കുമതിയുമാണ് നിർത്തിവെച്ചത്. ദേശീയ സുരക്ഷയും പൊതുനിയമവും കണക്കിലെടുത്താണ് നടപടി. പാക് പതാക വെച്ച കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിൽ വിലക്കേർപ്പെടുത്തി. ഇന്ത്യൻ പതാക വെച്ച കപ്പലുകൾ പാകിസ്ഥാൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. പാകിസ്ഥാനുമായുള്ള എല്ലാവിധ പോസ്റ്റൽ പാർസൽ സർവീസുകളും ഇന്ത്യ അവസാനിപ്പിച്ചു. വ്യോമമാർഗമോ കരമാർഗമോ പോസ്റ്റൽ പാർസൽ സർവീസുകൾ ഇനി ഉണ്ടാകില്ല. ഭീകരതയ്ക്കെതിരെ നടപടിയെടുക്കാൻ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. पहलगाम में हुए आतंकी हमले में मारे गए लोगों के प्रति राष्ट्रपति लॉरेंसो और अंगोला की संवेदनाओं के लिए मैं उनका आभार व्यक्त किया. ഇന്ത്യൻ നടപടികളിൽ പാകിസ്ഥാൻ പരിഭ്രാന്തിയിലാണ്. 2 മാസത്തേക്ക് ആവശ്യമായ ഭക്ഷണം സംഭരിക്കാൻ താമസക്കാർക്ക് പാക് അധീന കശ്മീരിലെ ഭരണകൂടം നിർദ്ദേശം നൽകി. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ശാഖകൾ പാകിസ്ഥാൻ ബാങ്കുകൾ അടച്ചുപൂട്ടി. 50 ഇടങ്ങളിൽ യുദ്ധ സൈറനുകൾ സ്ഥാപിച്ചു. ഇതിനിടെ 480 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയതായും പാകിസ്ഥാൻ അവകാശപ്പെട്ടു. തുടർച്ചയായ 9ാം നാളിലും പാകിസ്ഥാന്റെ പ്രകോപനം തുടരുകയാണ്. അഖ്നൂരിലും ഉറിയിലും കുപ്വാരയിലും പാക് പോസ്റ്റുകളിൽ നിന്ന് വെടിവെപ്പുണ്ടായി. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടി നൽകി. വിനീത വിജി, 24, ഡൽഹി. പാക് പൗരയെ വിവാഹം ചെയ്ത വിവരം മറച്ചുവെച്ച CRPF ജവാനെതിരെ നടപടി. ജവാനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ജമ്മു സ്വദേശി മുനീർ അഹമ്മദിനെയാണ് പിരിച്ചുവിട്ടത്. ജവാൻ വിവരം മറച്ചുവെച്ചത് ദേശസുരക്ഷയ്ക്ക് ഹാനികരമായി എന്നാണ് വിലയിരുത്തൽ. പാകിസ്ഥാൻ യുവതിയുമായുള്ള വിവാഹം മറച്ചുവെച്ചതിനെ തുടർന്നാണ് CRPF ജവാൻ മുനീർ അഹമ്മദിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത്. ജവാന്റെ പ്രവൃത്തി സേവന പെരുമാറ്റച്ചട്ട ലംഘനവും ദേശീയ സുരക്ഷയ്ക്ക് ഹാനികരവുമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. പാകിസ്ഥാനിലെ സിയാൽകോട്ട് സ്വദേശിയായ മിനൽ ഖാനെ വിവാഹം കഴിക്കാൻ അഹമ്മദ് 2023 CRPFിൽ നിന്ന് അനുമതി തേടിയിരുന്നു. സേനയുടെ അനുമതി ലഭിക്കുന്നതിന് മുമ്പാണ് 2024 മെയ്യിൽ മിനൽ ഖാനെ വിവാഹം ചെയ്തത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ പൗരന്മാരുടെ രാജ്യം വിടണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. പാകിസ്ഥാനിലേക്ക് അയക്കരുതെന്ന് ആവശ്യപ്പെട്ട് ഭാര്യ കോടതിയെ സമീപിച്ചു. ഇതോടെ ഇരുവരുടെയും വിവാഹ വിവരം പുറത്തറിഞ്ഞു. സംഭവത്തിൽ CRPF മുനീർ അഹമ്മദിനെ ജമ്മു കശ്മീരിൽ നിന്ന് ഭോപ്പാലിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. പിന്നാലെയാണ് സേനയിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ടുള്ള നടപടി. 24 ഡൽഹി. മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം ബ്ലോക്കിലെ 4 പേർ മരിച്ചതും പുക ശ്വസിച്ചല്ല എന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവത്തിൽ വിദഗ്ധ സംഘം അന്വേഷണം നടത്തും. മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടേഴ്സിന്റെ നേതൃത്വത്തിലാകും മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം. ഷോർട്ട് സർക്യൂട്ടോ ബാറ്ററിക്കകത്തെ തകരാറോ ആകാം കോഴിക്കോട് മെഡിക്കൽ കോളേജിനുണ്ടായ അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം ബ്ലോക്കിലെ തീപിടുത്തത്തിനിടെ മരിച്ച 5 പേരുടെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. 3 പേരുടെ മരണം ഹൃദയാഘാതം കാരണമാണ്. വയനാട് സ്വദേശിയുടെ മരണവും പുക ശ്വസിച്ചല്ല. ഇതര സംസ്ഥാനക്കാരിയായ യുവതി നേരത്തെ മരിച്ചതാണ്. ബന്ധുക്കൾ എത്താത്തതിനാൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല. പൊട്ടിത്തെറി നടന്ന UPS മുറിയിൽ PWD വിഭാഗം പരിശോധന നടത്തി. അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പ്രാഥമിക റിപ്പോർട്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഒന്നുകിൽ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ബാറ്ററിക്കുള്ളിലെ ഇന്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം എന്നുള്ളതാണ്. 5 മരണങ്ങളാണ്. ഏതായാലും ഇത് സംബന്ധിച്ച് വിദഗ്ധമായിട്ടുള്ള ഒരു മെഡിക്കൽ സംഘം അന്വേഷിക്കുന്നതാണ്. സ്വകാര്യ ആശുപത്രികളിൽ കഴിയുന്നവരുടെ ചികിത്സാ ചെലവ് സംബന്ധിച്ച തീരുമാനം ഡോക്ടർമാർ അടങ്ങിയ സംഘത്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തീരുമാനിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ഇക്കാര്യം സർക്കാർ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസും വ്യക്തമാക്കി. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആരോഗ്യമന്ത്രിയായിട്ട് ചർച്ച ചെയ്തിരുന്നു. ആരോഗ്യമന്ത്രികളോട് അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അത് സംസാരിച്ചിരുന്നു. അത് ഇടപെടുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. എങ്ങനെ ഇടപെടാമെന്നുള്ളത് പരിശോധിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ മന്ത്രി AK ശശീന്ദ്രൻ, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, മെഡിക്കൽ കോളേജ് അധികൃതർ തുടങ്ങിയവർ പങ്കെടുത്തു. അപകടവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ അറിയിച്ചിരുന്നു. 24 കോഴിക്കോട്. കൊല്ലം കുന്നിക്കോട് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിച്ച 7 വയസ്സുകാരുടെ നില ഗുരുതരം. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് പെൺകുട്ടി. കഴിഞ്ഞ മാസം 8-ാം തീയതിയാണ് കൊല്ലത്ത് വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോൾ കുട്ടിക്ക് തെരുവുനായുടെ കടിയേറ്റത്. ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി. വാക്സിനും ആരംഭിച്ചു. വാക്സിൻ അവസാന ഡോസ് എടുക്കുന്നതിന് മുൻപ് പനി ആരംഭിച്ചു. തുടർന്ന് SAT ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. ടെമ്പറേച്ചർ കൂടിയിട്ട്
ഞാൻ മെഡിസിറ്റി തന്നെ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ മുറിവ് നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, മുറിവെല്ലാം കരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവളെ സ്ഥിരം കാണിക്കുന്ന പുനലൂർ ഇപ്പോൾ വിജയ ജൂബിലി രാജൻ ജോർജ് സാറിനെ കൊണ്ട് കാണിച്ചു. സാറ് പറഞ്ഞു പട്ടി കടിച്ചതാണ്, അപ്പോൾ റിസ്ക് എടുക്കട്ടെ, SITയിലേക്ക് ഇന്ന് തന്നെ പോകാൻ പറഞ്ഞു. അപ്പോൾ 1-ാം തീയതി ഉച്ചയോടെ ഞങ്ങൾ ഇവിടെ എത്തി. SIT ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. വിഷബാധ തടയാനുള്ള വാക്സിൻ എടുത്തിട്ടും വിഷബാധ ഏറ്റത് വാക്സിൻ ഫലപ്രദമല്ലാത്തത് കൊണ്ടല്ലെന്നും ആശുപത്രി അധികൃതർ. കടിക്കുന്ന സമയത്ത് ഇതിൻ്റെ പല്ലുകൾ ഡയറക്റ്റ് ഞരമ്പിൽ പറ്റുകയാണെങ്കിൽ വൈറസ് ഡയറക്റ്റ് ഞരമ്പിൽ കൂടെ തന്നെ അപ്പോൾ തന്നെ സഞ്ചരിച്ചു തുടങ്ങും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ വാക്സിൻ എത്രത്തോളം അതിനകത്ത് പ്രൊട്ടക്റ്റീവ് ആകുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കുട്ടിയുമായി സമ്പർക്കത്തിലുണ്ടായിരുന്നവർ പ്രതിരോധ വാക്സിൻ എടുക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. കുട്ടിയെ കടിച്ച തെരുവുനായ ചത്തു. 24 തിരുവനന്തപുരം. തൃശൂർ പൂരം വാർത്തകളിലേക്ക്. വിവാദങ്ങൾ ഒഴിവാക്കാൻ പൂരം നടത്തിപ്പിൽ ജാഗ്രത പുലർത്തിയ സർക്കാർ ഇത്തവണ ഡ്യൂട്ടിക്ക് നിയോഗിക്കുക പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥരെയാണ്. സ്വരാജ് റൗണ്ടിൽ നിന്ന് ഇത്തവണ പൂരം വെടിക്കെട്ട് കാണാനാകും. ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ രാമനിലയത്തിൽ നടന്ന അവലോകന യോഗത്തിൽ പൂരം നടത്തിപ്പിലെ പ്രതിസന്ധികൾ ചർച്ചയായി. പരാതിരഹിത വിവാദരഹിത പൂരം ഉറപ്പാക്കാൻ വലിയ മുന്നൊരുക്കങ്ങൾ സർക്കാരും ദേവസ്വം ബോർഡും ചേർന്നൊരുക്കിയതായി മന്ത്രി VN വാസവൻ വ്യക്തമാക്കി. പൂരനഗരിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ മതത്തിന്റെയോ ചിഹ്നങ്ങൾ പാടില്ലെന്നും മന്ത്രി. ഏതെങ്കിലും മതജാതി പ്രസ്ഥാനങ്ങളുടെ സിഗ്നലുകളോ സിംബലുകളോ ഫ്ലക്സുകളോ അല്ലെങ്കിൽ വിവലകളോ ഒക്കെ പൂരവേദികളിൽ അവതരിപ്പിക്കുന്നുണ്ടായിക്കോട്ടെ. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ സിംബലുകളോ കൊടികളോ അതിന്റെ പ്രചരണ വേദിയായി പൂരവേദി മാറ്റിക്കൂടാ. കർശനമായി ആ വിഷയത്തിൽ പോലീസ് നിലപാട് സ്വീകരിച്ച് അതിന് ഗവൺമെന്റ് കൃത്യമായി ഇടപെടുന്നതാണ് എന്ന കാര്യം പറഞ്ഞു. രാത്രി പൂരത്തിന് ഇത്തവണ ആളുകളെ ബാരിക്കേഡ് ഉപയോഗിച്ച് തടയില്ലെന്നും സ്വരാജ് റൗണ്ടിൽ നിന്ന് വെടിക്കെട്ട് കാണാനാകുമെന്നും മന്ത്രി K രാജൻ. മുൻകൂർ അനുമതിയില്ലാത്ത ആരുടെയും ആംബുലൻസുകൾ പൂരപ്പറമ്പിലേക്ക് കടത്തിവിടില്ലെന്ന് മന്ത്രിയുടെ ഒളിയമ്പ്. നമ്മുടെ രാത്രി പൂരവുമായി ബന്ധപ്പെട്ട് 11 മണിക്ക് ശേഷം പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും എഴുന്നള്ളിപ്പുകൾ ഏതെങ്കിലും വിധത്തിലുള്ള ബാരിക്കേഡ് തടസ്സങ്ങൾ ഉണ്ടാകേണ്ടതില്ല എന്നത് ഇത്തവണത്തെ പൂരത്തിന്റെ പ്രത്യേകതയായിട്ട് പൊതുവിൽ ആലോചിച്ചു. 2 ചില്ലിൽ തന്നെ DMOയുടെ ഓഫീസിൽ നിന്ന് ലഭ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് പതിച്ച ആംബുലൻസ് ഉള്ള വാഹനങ്ങൾ മാത്രമേ നഗരത്തിലേക്ക് കടത്തിവിടേണ്ടതുള്ളൂ എന്ന് കൃത്യമായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. നാളെയാണ് സാമ്പിൾ വെടിക്കെട്ട്. ലോക മലയാളികൾ കാത്തിരിക്കുന്ന തൃശൂർ പൂരം ചൊവ്വാഴ്ച. 24 തൃശൂർ. മലയാള സിനിമയിൽ ചർച്ചകൾക്ക് വഴിയൊരുക്കി ലിസ്റ്റിൻ സ്റ്റീഫന്റെ വിവാദ പ്രസ്താവന. മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരുത്തി കൊളുത്തിയിട്ടുണ്ട്. ആ തെറ്റ് ഇനി ആവർത്തിക്കരുത് എന്നും വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും എന്നുമായിരുന്നു ലിസ്റ്റിന്റെ താക്കീത്. എന്നാൽ നടൻ ആരാണെന്ന് വെളിപ്പെടുത്താത്ത ലിസ്റ്റിൻ മലയാള സിനിമയിലെ മുഴുവൻ നടന്മാരെയും സംശയനിഴലിൽ നിർത്തിയെന്ന് നിർമ്മാതാവ് സാന്ദ്ര തോമസ് വിമർശിച്ചു. ലിസ്റ്റിന്റെ പരാമർശത്തിൽ നിർമ്മാതാക്കളുടെ സംഘടനയിലും എതിർപ്പുണ്ട്. ഇന്നലെ വൈകിട്ട് കൊച്ചിയിൽ നടന്ന സിനിമാ പ്രൊമോഷനിടെയാണ് നടന്റെ പേരെടുത്ത് പറയാതെയുള്ള ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രതികരണം. മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ട്. സോ ഒരു വലിയ മാലപ്പടക്കത്തിൽ നിന്ന് തിരികൊളുത്തിയേക്കാണ്. സോ അതൊരു വേണ്ടായിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ ആ നടൻ ഇത് കാണും. പക്ഷെ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ലിസ്റ്റിൻ സ്റ്റീഫന്റെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കെ കരാർ ലംഘിച്ച് മറ്റൊരു സിനിമയിൽ അഭിനയിച്ചതാണ് പ്രകോപന കാരണമെന്നാണ് സൂചന. എന്നാൽ നടന്റെ പേര് പറയാതെയുള്ള ലിസ്റ്റിൻ സ്റ്റീഫന്റെ പ്രതികരണത്തിനെതിരെ നിർമ്മാതാവ് സാന്ദ്ര തോമസ് രംഗത്തെത്തി. പൊതുവേദിയിലെ പരസ്യ പ്രതികരണം മലയാള സിനിമയിലെ മുഴുവൻ നടന്മാരെയും സംശയമുനയിൽ നിർത്തിയെന്നാണ് സാന്ദ്രയുടെ വിമർശനം. ലിസ്റ്റിനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹിത്വത്തിൽ നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കണമെന്നും സാന്ദ്ര ആവശ്യപ്പെട്ടു. അതേസമയം ലിസ്റ്റിന്റെ അഭിപ്രായ പ്രകടനത്തിൽ നിർമ്മാതാക്കളുടെ സംഘടനയിലും എതിർപ്പ് ശക്തമാണ്. വിഷയം സംഘടനയിൽ ഉന്നയിക്കാതെ പൊതുവേദിയിൽ പറഞ്ഞത് ശരിയായില്ലെന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. 24 കൊച്ചി. ഫോക്കസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.